ഹോണ്ട അവരുടെ തേർഡ് ജനറേഷൻ ഹോണ്ട അമേസുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് പുതിയ ഹോണ്ട ന്യൂ അമേസ്. ഇതിൻ്റെ വേരിയൻസ് ആണ്. വേരിയൻസ് 3 വേരിയൻസിലായിരിക്കും വരുന്നത്. VX, ZX. അതിൽ V ആണ് ഒരു ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ആ ഒരു ബേസ് മോഡലിൽ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് 7.99 lakhs ആണ്. അതായത് 7,99,900 രൂപയ്ക്ക് അതിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് നമുക്ക് കിട്ടും. അതിൻ്റെ മുകളിൽ വരുന്നത് VX എന്ന് പറയുന്ന വേരിയൻ്റാണ്. അതിൻ്റെ മുകളിലാണ് അഡാസ് ഉള്ള വാഹനം 9.69 lakhs അഡാസോടുകൂടി വരും. അത് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മോസ്റ്റ് അഫോർഡബിൾ സെഡാനിൽ അഡാസ് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അമേസിൽ പറയുന്നത്. എന്താണെങ്കിൽ ഇതിൻ്റെ ലുക്സ് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ഗ്രില്ല് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഗ്രില്ല് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ഡെഫിനറ്റ്ലി എലിവേറ്റിൽ നിന്നാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗ്രില്ല് ശരിക്കും പഴയതിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഒരു കംപ്ലീറ്റ്ലി ഒരു ക്രോം സ്ലാറ്റ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഡിസൈൻ പുതിയതാണ്. ഇതിൽ ഒരു ബൈ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട്. ബമ്പർ ഡിസൈൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ താഴെ നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ ഹൗസിങ്ങും എല്ലാം പുതിയത് തന്നെയാണ്. ദർ ഇസ് നോ ഡിഫറൻസ്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് അഡാസിൻ്റെ ക്യാമറയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് വരുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 172 mm ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. സോ ഗ്രൗണ്ട് ക്ലിയറൻസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ സൈഡിലെ വീൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 185/60R15 അതായത് 15-inch വീൽസാണ് വരുന്നത്. അലോയ് വീൽ ഡിസൈനും പുതിയത് തന്നെയാണ്. സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഡിസൈനിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ നമുക്കൊരു കീലെസ് എൻട്രി അതുപോലെ തന്നെ ഈ ഒരു ക്രോം ഹാൻഡിൽ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. മുകളിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. സോ റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ടെയിൽ ലാമ്പ് കിട്ടുന്നുണ്ട്. ഫുള്ളി ഒരു LED ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ ബമ്പർ ഡിസൈനിൽ എനിക്ക് കുറച്ചൊരു സിമിലാരിറ്റി പഴയ അമേസായിട്ട് തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് ഭംഗിയായിട്ടുണ്ട്. ആ ഒരു പ്രോപ്പർ സ്റ്റൈലിംഗ് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അമേസിൻ്റെ ബാഡ്ജിങ് IB Tech എന്ന് പറയുന്ന അവരുടെ എഞ്ചിൻ പെട്രോൾ 1.2 ലിറ്റർ IB Tech എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് പക്ഷേ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് തന്നെയാണ്. 416 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഇപ്പോൾ അമേസിന് വരുന്നത്. അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബൂട്ട് സ്പേസ് ഉള്ള വാഹനമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അമേസ്. അതുപോലെ തന്നെ നമുക്ക് ഹോണ്ട സിറ്റിയിലും എല്ലാം നമ്മൾ കണ്ടിരിക്കുന്ന ഈ ഒരു ലെയിൻ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ക്യാമറ ലെയിൻ അസിസ്റ്റ് ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നമുക്ക് ഒരു സിഗ്നൽ ഇടുമ്പോഴോ അല്ലെങ്കിൽ അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാനോ പറ്റുന്ന രീതിയിലാണ് ഈ ക്യാമറയും വന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ അഡീഷണലി നമുക്ക് അമേസിൽ വരുന്നുണ്ട്. അമേസിൻ്റെ ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന അമേസായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം പോലുമില്ല. ഡിഫറെൻ്റ് ആണ് ഇൻ മെനി വേസ്. ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു സ്ക്രീൻ കാണാൻ പറ്റുന്നത് ഒരു 8-inch ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 8-inch ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റ് പറയാനാണെങ്കിൽ ഇപ്പോൾ സൈഡിൽ സ്വിച്ച് കൊടുത്ത് ഒരു സ്പേസ് ഒക്കെ കളഞ്ഞു എന്ന് പറയാമെങ്കിൽ പോലും സ്റ്റാൻഡേർഡ് ആയിട്ട് പോലും നമുക്കിപ്പോൾ ഈ ഒരു സ്ക്രീൻ വരുന്നുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒരു 7-inch ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും വരുന്നുണ്ട്. ഈ ഒരു കംപ്ലീറ്റ് സ്പേസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന അമേസുമായിട്ട് യാതൊരു കമ്പാരിസണും നമുക്ക് ചെയ്യാനില്ല. ഈ ഒരു ടെക്സ്ചറും ഈ ഒരു ഭാഗം തന്നെ കംപ്ലീറ്റ്ലി ന്യൂ ആണ്. അതുപോലെ തന്നെ AC-യുടെ ക്ലൈമറ്റ് കൺട്രോളും നമുക്ക് പുതിയ യൂണിറ്റാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വയർലെസ് ചാർജർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് പവർ ഔട്ട്പുട്ടിൻ്റെ സ്വിച്ചാണ്. അതുപോലെ തന്നെ 2 USB പോർട്ട് നൽകിയിട്ടുണ്ട്. സോ ഇത് ഈ ഒരു ഭാഗം മുഴുവൻ ഇപ്പോൾ വരുന്നത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നു. കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ ഈ ഒരു സ്പേസ് നേരത്തെ അമേസിൽ നിന്ന് നമുക്ക് കണ്ട ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ആണെങ്കിലും ടോട്ടലി ഡിഫറെൻറ്റ്. ഈ ഒരു കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഇത് അഡാസിൻ്റെ ആണ്. ഹോണ്ട സെൻസിംഗ് എന്ന് പറയുന്നത് മറ്റു വാഹനങ്ങളുള്ളത് തന്നെ ഇപ്പോൾ നമുക്ക് ഇതിനകത്തും ലഭിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മോസ്റ്റ് അഫോർഡബിൾ അഡാസ് ഉള്ള വാഹനമായിട്ട് ഇപ്പോൾ അമേസ് വന്നിരിക്കുകയാണ്. സോ അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സ്റ്റിയറിംഗിൽ വന്നിരിക്കുന്ന വ്യത്യാസം. സീറ്റ്സ് നമുക്ക് 2 സൈഡിലെയും സീറ്റ് നമുക്ക് വരുന്നത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സാണ്. സോ ഓൾ ടുഗെദർ നമ്മൾ നോക്കുമ്പോൾ സീറ്റ്സിൻ്റെ ആ ഒരു കംഫർട്ടും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഈ ഒരു സീറ്റ് ടെക്സ്ചർ അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് നേരത്തെ വന്നിരുന്നത് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ക്ലോത്ത് മെറ്റീരിയലാണ് വരുന്നത്. ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഡ്രൈവ് ഉടനെ തന്നെ വരുന്നുണ്ട്. നമ്മളിതിൻ്റെ ഡ്രൈവ് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡ്രൈവ് നടക്കാൻ പോകണം. അന്നേരം നമ്മുടെ ഡ്രൈവിൻ്റെ ഫീലിൽ വലിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എഞ്ചിൻ സെയിം തന്നെയാണ്. പക്ഷേ സസ്പെൻഷൻ ട്യൂണിങ്ങിലോ കാര്യങ്ങളോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അന്നേരം നമുക്കറിയാം. എന്തായാലും ബാക്ക് സീറ്റിൽ വേറെ വ്യത്യാസം ഒന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന അമേസിൻ്റെ സെയിം കംഫർട്ട് സ്പേസും കാര്യങ്ങളുണ്ട്. തെറ്റില്ലാത്ത കംഫർട്ട് തെറ്റില്ലാത്ത സ്പേസ് കാര്യങ്ങളാണ് നമുക്ക് അമേസിൽ നേരത്തെ ഉണ്ടായിരുന്നതിലും ഇപ്പോഴത്തേലും ലഭിക്കുന്നത്. സോ അതാണ് അമേസിൻ്റെ വിശേഷങ്ങൾ. എഞ്ചിൻ നമുക്ക് നോക്കാം. സോ അമേസിൽ ഇപ്പോൾ വരുന്നത് നേരത്തെ അമേസിൽ ഉണ്ടായിരുന്ന സെയിം എഞ്ചിനാണ് വരുന്നത്. അത് ഒരു 1.2 ലിറ്റർ IB Tech എഞ്ചിനാണ് ഇപ്പോൾ വരുന്നത്. എൻ്റെ പവർ വരുന്നത് 90 PS പവറും അതുപോലെ 110 Nm ടോർക്കുമാണ്. ഇതിൽ 2 ഗിയർ ബോക്സ് നമുക്ക് അവൈലബിൾ. ഒരു മാനുവലും അതുപോലെ ഒരു CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും.